ഹലോ നമസ്കാരം. PSC ഫോർസൈറ്റിൻ്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഏകദേശം അടുത്ത മാസമായിട്ട് വരും. നമുക്ക് ഓരോ ടോപ്പിക്കുകളായിട്ട് പഠിച്ചു തുടങ്ങാം. ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിൻ്റെ സിലബസാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യാം. ഹിസ്റ്ററിയിൽ 3 സെക്ഷനാണുള്ളത്: കേരള ഹിസ്റ്ററി, ഇന്ത്യ ഹിസ്റ്ററി ആൻഡ് വേൾഡ് ഹിസ്റ്ററി. അപ്പോൾ കേരള ഹിസ്റ്ററിയിൽ സ്റ്റാർട്ട് ചെയ്യാം. കേരള ഹിസ്റ്ററിയിൽ ഫസ്റ്റ് തുടങ്ങുന്നത് അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ് ആണ്. ഫസ്റ്റ് ടോപ്പിക്ക് നമുക്ക് അറൈവൽ ഓഫ് യൂറോപ്യൻസ് തുടങ്ങാം. യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ടോപ്പിക്കിൽ ഞാൻ ഇതിനു മുമ്പ് ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആയ കാരണം കൂടുതൽ ടോപ്പിക്കുകൾ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. ആദ്യകാലങ്ങളിൽ യൂറോപ്യന്മാർ ഇന്ത്യയുമായി കച്ചവടം ബന്ധം സ്ഥാപിച്ചിരുന്നത് കരമാർഗം വഴിയാണ്. അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പ്രദേശം വഴിയാണ് യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് എത്തിയിരുന്നത്. ഈ പ്രദേശത്തെ തുർക്കികൾ പിടിച്ചെടുത്തതോടുകൂടി യൂറോപ്യൻസിന് കരമാർഗം ഇന്ത്യയിലെത്താനുള്ള വഴി തടസ്സപ്പെടുകയായി. ഈ യൂറോപ്യൻ ശക്തികളിൽ പോർച്ചുഗീസുകാരാണ് ആദ്യമായി കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത്. ബാർത്തലോമിയ ഡയസ് എന്ന കപ്പിത്താനാണ് ലിസ്ബണിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ആദ്യത്തെ വ്യക്തി. 1487 ഇദ്ദേഹം പുറപ്പെട്ടത്. ഇദ്ദേഹം കടലിലൂടെ സഞ്ചരിച്ച് എത്തിച്ചേർന്നത് ആഫ്രിക്കയുടെ തെക്കൻ മുനമ്പായ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലാണ് എത്തിച്ചേർന്നത്. ഇവിടുത്തെ പ്രതികൂല കാലാവസ്ഥ കാരണം ബാർത്തലോമയോ ഡയസിൻ്റെ കപ്പൽ തെക്കേ അമേരിക്കയിലെ ബ്രസീലിൽ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. അങ്ങനെ പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ ഇന്ത്യൻ യാത്ര പരാജയപ്പെട്ടു. ഇനി രണ്ടാമതായി പോർച്ചുഗീസിൽ നിന്ന് പുറപ്പെട്ട ആളാണ് വാസ്കോ ഡ ഗാമ. ഡോൺ മാനുവൽ എന്ന രാജാവാണ് വാസ്കോ ഡ ഗാമയെ ലിസ്ബണിൽ നിന്ന് ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചത്. വാസ്കോ ഡ ഗാമ 3 കപ്പലുകളായാണ് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത്. ഈ 3 കപ്പലുകളാണ് സെൻറ്റ് ഗബ്രിയേൽ, സെൻറ്റ് ബേരിയോ, സെൻറ്റ് റാഫേൽ. വാസ്കോ ഡ ഗാമ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് മുനമ്പും ചുറ്റി അവിടുത്തെ പ്രതികൂല കാലാവസ്ഥയെല്ലാം തരണം ചെയ്ത് വാസ്കോ ഡ ഗാമയുടെ കപ്പൽ അടുത്തത് ആഫ്രിക്കയിലെ മരിന്തി ദ്വീപിലാണ്. അവിടുത്തെ ഏകദേശ സാഹചര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വാസ്കോ ഡ ഗാമയ്ക്ക് മനസ്സിലായി ഇത് ഇന്ത്യയല്ല എന്നുള്ളത്. വാസ്കോ ഡ ഗാമയ്ക്ക് മനസ്സിലായി. അവിടെ നിന്ന് കിഴക്കോട്ട് സഞ്ചരിച്ച് വാസ്കോ ഡ ഗാമയുടെ കപ്പൽ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നു. 1497 ലിസ്ബണിൽ നിന്ന് പുറപ്പെട്ട് 1498 മെയ് 20 കേരളത്തിൽ വാസ്കോ ഡ ഗാമയുടെ കപ്പൽ അടുത്തത് കോഴിക്കോട് ജില്ലയിലെ കാപ്പാടുള്ള പന്തലായനി കടപ്പുറത്ത് ആണ് വാസ്കോ ഡ ഗാമയുടെ കപ്പലെടുത്തത്. ഈ പന്തലായനി കടപ്പുറം ഉൾപ്പെടുന്ന പഞ്ചായത്താണ് ചേമഞ്ചേരി പഞ്ചായത്ത്. തിരിച്ചു പോകുമ്പോൾ ഗാമയുടെ കപ്പൽ മലബാറിനടുത്തുള്ള 5 ദ്വീപ എന്ന ദ്വീപിൽ അറ്റകുറ്റപ്പണികൾക്കായി നിർത്തി. അവിടെ നിന്നും ഗ്രനേഡക്കാരനായ ഒരു വ്യക്തിയെ അദ്ദേഹം ലിസ്ബണിലേക്ക് കൊണ്ടുപോയി ക്രിസ്തു മതത്തിലേക്ക് മാറ്റുകയും ചെയ്തു. ഇദ്ദേഹത്തിന് ഗാസ്പെർഡോ ഇന്ത്യ എന്ന പേര് കൊടുക്കുകയും ചെയ്തു. പോർച്ചുഗീസുകാർക്ക് മുന്നേ തന്നെ കേരളത്തിന് അറബികളുമായി നല്ലൊരു കച്ചവട ബന്ധം ഉണ്ടായിരുന്നു. വാസ്കോ ഡ ഗാമയ്ക്ക് ശേഷം കേരളത്തിലേക്ക് എത്തുന്ന രണ്ടാമത്തെ പോർച്ചുഗീസുകാരനായിരുന്നു പെട്രോ അൽവാരിസ് കബ്രാൾ. രണ്ടാമത്തെ പോർച്ചുഗീസുകാരനാണ് പെട്രോ അൽവാരിസ് കബ്രാൾ. പെട്രോ അൽവാരിസ് കബ്രാളിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അറബികളെ തുരത്തുക എന്നതായിരുന്നു. പെട്രോ അൽവാരിസ് കബ്രാളിൻ്റെ പ്രധാന ലക്ഷ്യം. 1500 പേരടങ്ങുന്ന 33 കപ്പലുകളുമായാണ് പെട്രോ അൽവാരിസ് കബ്രാൾ പോർച്ചുഗീസിലെ ലിസ്ബണിൽ നിന്ന് ഇന്ത്യ ലക്ഷ്യമാക്കി പുറപ്പെട്ടത്. കോഴിക്കോടെത്തിയ കബ്രാൾ തൻ്റെ പ്രതിനിധിയായ ഐറിസ് കൊറിയ എന്ന വ്യക്തിയെ സാമൂതിരിയുടെ അടുത്തേക്ക് വിടുകയാണ്. ഐറിസ് കൊറിയ എന്ന വ്യക്തി സാമൂതിരിയുമായി സംസാരിച്ച് ധാരണയിലാവുകയും കോഴിക്കോട് ഒരു പണ്ടകശാല പണിയാൻ അനുമതി നേടുകയും ചെയ്തു. ഫാക്ടറി അനുമതി ലഭിച്ച പോർച്ചുഗീസുകാർ ഇന്ത്യൻ സമുദ്രമേഖലയിൽ അവകാശം ഉന്നയിക്കാൻ തുടങ്ങി. അതായത് അവർ വെറുതെ ഇരുന്നില്ല. ഫാക്ടറി അനുമതി ലഭിച്ചതോടുകൂടി സമുദ്രമേഖലയിലെ അവകാശം അവർ ഉന്നയിക്കാൻ തുടങ്ങി. പോർച്ചുഗീസുകാരുടെ അനുവാദമില്ലാതെ വരുന്ന കപ്പലുകൾ പിടിച്ചെടുക്കാൻ
ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പോർച്ചുഗീസുകാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇവർ അറബികളുടെ കപ്പലുകളെല്ലാം പിടിച്ചെടുക്കുകയും അവരെ ആക്രമിക്കുകയും എല്ലാം ചെയ്യാൻ തുടങ്ങി. അറബികൾക്കാണെങ്കിൽ കേരളവുമായി നല്ലൊരു ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഇതറിഞ്ഞ സാമൂതിരി, അതായത് അറബികളെ തുരത്താൻ നോക്കുന്ന വാർത്തയറിഞ്ഞ സാമൂതിരിമാർ പോർച്ചുഗീസുകാർക്കെതിരെ തിരിഞ്ഞു. അങ്ങനെ കബ്രാളിന് കോഴിക്കോട് തുടരാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായി. അങ്ങനെ ഗാസ്പർഡോയുടെ ഉപദേശപ്രകാരം കബ്രാൾ കോഴിക്കോട് നിന്നും കേരളത്തിലെ തെക്കൻ മേഖലയിലേക്ക് കപ്പൽ പുറപ്പെടുവിച്ചു. അങ്ങനെ കബ്രാളും കൂട്ടരും കൊച്ചിയിലെത്തുകയാണ്. 1500 ഡിസംബർ 25-നാണ് കബ്രാളും സംഘവും കൊച്ചിയിൽ എത്തുന്നത്. 1500 ഡിസംബർ 25-നാണ് കബ്രാളും സംഘവും കൊച്ചിയിലെത്തുന്നത്. കബ്രാളിനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു മലയാളി വ്യക്തിയായിരുന്നു മൈക്കിൾ ജോഗ്. ഈ മൈക്കിൾ ജോഗിനെയും ഒരു പോർച്ചുഗീസ് നാവികനെയും കൂടി കൊച്ചി രാജാവിൻ്റെ അടുത്തേക്ക് കബ്രാൾ പറഞ്ഞയച്ചു. അവർ തമ്മിൽ നിരവധി ചർച്ചകൾ നടക്കുകയും നിരവധി ഉടമ്പടികളിൽ പോർച്ചുഗീസുകാരും കൊച്ചി രാജാവും എത്തുകയും ചെയ്തു. അങ്ങനെ ഇവർക്ക് കൊച്ചിയിൽ പണ്ടകശാല പണിയാനുള്ള അനുമതി കിട്ടി. കൊച്ചി തുറമുഖം സ്വതന്ത്രമായി ഉപയോഗിക്കാനുള്ള അവകാശവും കബ്രാൾ നേടിയെടുത്തു. വേണാട്ടിൽ നിന്നും കോലത്തിരി നാട്ടിൽ നിന്നുമെല്ലാം കബ്രാളിന് ക്ഷണം ലഭിച്ചു. കബ്രാൾ കോലത്ത് നാടിൻ്റെ ക്ഷണം സ്വീകരിച്ച് കണ്ണൂരിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു. പക്ഷെ കണ്ണൂരിലേക്ക് പുറപ്പെടുമ്പോൾ കോഴിക്കോട് തീരം വഴിയാണ് കണ്ണൂരിലേക്ക് പുറപ്പെടുന്നത്. കബ്രാൾ കണ്ണൂരിലേക്ക് പുറപ്പെടുമ്പോൾ കൊച്ചി രാജാവ് ഏൽപ്പിച്ചു കൊടുത്ത നായർ പടയുമായാണ് കബ്രാൾ കണ്ണൂരിലേക്ക് പുറപ്പെടുന്നത്. കോഴിക്കോട് തീരത്തെത്തിയപ്പോൾ അവിടെ വെച്ച് വലിയ സംഘർഷമുണ്ടാകുകയും സാമൂതിരി പടയുമായി ഏറ്റുമുട്ടി വലിയ സംഘർഷം നടക്കുകയും ആ ക്രമസമയത്ത് ദൊർത്തെ ബർബോസ, അതായത് പോർച്ചുഗീസ് വ്യാപാരിയും സഞ്ചാര സാഹിത്യകാരനുമായ ആളായിരുന്നു ദൊർത്തെ ബർബോസ. ദൊർത്തെ ബർബോസയടക്കം നിരവധി പേരെ ഈ മേഖലയിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു കബ്രാളിന്. ഈ ദൊർത്തെ ബർബോസ എഴുതിയ പുസ്തകമാണ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി കോസ്റ്റ് ഓഫ് ഈസ്റ്റ് ആഫ്രിക്ക ആൻഡ് മലബാർ. എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി കോസ്റ്റ് ഓഫ് ഈസ്റ്റ് ആഫ്രിക്ക ആൻഡ് മലബാർ. പോർച്ചുഗീസുകാരുടെ മെയിൻ ട്രാൻസ്ലേറ്റർ ആയിരുന്നു ദൊർത്തെ ബർബോസ. 1515 ബർബോസ കേരളത്തിൽ നിന്നും പോർച്ചുഗലിലേക്ക് മടങ്ങിപ്പോയി. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള പോയിന്റ് കാർട്ടസ് വ്യവസ്ഥ. ഇന്ത്യൻ സമുദ്രമേഖലയിൽ വ്യാപാര കുത്തക സ്വന്തമാക്കാൻ വേണ്ടി പോർച്ചുഗീസുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയായിരുന്നു കാർട്ടസ് വ്യവസ്ഥ. ഇന്ത്യൻ സമുദ്രമേഖലയിലെ വ്യാപാര കുത്തക സ്വന്തമാക്കാൻ പോർച്ചുഗീസുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർട്ടസ് വ്യവസ്ഥ. ഇന്ത്യൻ മേഖലകളിൽ മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് ഈ വ്യവസ്ഥ മൂലം നിർത്തലാക്കി. ഏഷ്യൻ മേഖലകളിൽ വ്യാപാരം നടത്താൻ പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത തുക കരം നൽകിക്കൊണ്ട് ഒരു പാസ് എടുക്കണമായിരുന്നു. ഈ പാസിനെയാണ് കാർട്ടസ് എന്ന് വിളിച്ചിരുന്നത്. കപ്പലിൻ്റെ വലിപ്പം, കപ്പിത്താൻ്റെയും മറ്റ് ജീവനക്കാരുടെയും എത്തിച്ചേരേണ്ട തുറമുഖങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വിവരങ്ങൾ ഈ കാർട്ടസ് എന്ന പാസിൽ ഉണ്ടായിരിക്കും. ഈ പാസ് വാങ്ങാത്ത കപ്പലുകൾ പിടിച്ചെടുക്കുകയും ജീവനക്കാരെ കൊല ചെയ്യുകയോ അവരെ അടിമകളാക്കുകയോ ചെയ്തിരുന്നു പോർച്ചുഗീസുകാർ. അപ്പോൾ ഇതാണ് കാർട്ടസ് വ്യവസ്ഥ. പോർച്ചുഗീസുകാരെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അടുത്ത ക്ലാസ്സിൽ പറയാം. എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.